ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെയ്തു നോക്കാം. എന്തായിരുന്നു സിറ്റുവേഷൻ? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുമോ. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പറ്റും. എങ്ങനെ? എ ഈക്വൽ ടു എന്നുള്ള എഴുതാം. എ ഈക്വൽ ടു ആണെങ്കിൽ ഡബ്ല്യുവിനെ പുറത്തെ എടുക്കാം. അപ്പം എഫ് ടി സ്ക്വയർ ഡബ്ല്യു ആയിരിക്കും അല്ലെ. എ ഈക്വൽ ടു ആണെങ്കിൽ എഫ് ടി സ്ക്വയർ ഡബ്ല്യു ആയിക്കോട്ടെ. ഇനിയോ ഇവിടെ എ എന്ന് പറയുന്ന ആള് ആരാന്ന് നമുക്കറിയില്ല. അപ്പം എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി മൈനസ് ടു. ടി സ്ക്വയർ ഡയമെൻഷണൽ ഫോർമുല, ടി സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല ടി സ്ക്വയറിനെ അല്ലെ. ടി സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല ഇറ്റ് ഈസ് ക്യാപിറ്റൽ ടി സ്ക്വയർ, ശരിയല്ലേ? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത്? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ്. അപ്പം ഇനി നമ്മൾ നോക്കുമ്പം എം ഇൻറ്റു എം എന്താ? എം സ്ക്വയർ. പിന്നെ നമ്മൾ നോക്കുമ്പം എൽ ഇൻറ്റു എൽ സ്ക്വയർ. എൽ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറയുന്നത് എൽ റേസ് ടു 1 + 2 ദാറ്റ് ഈസ് എൽ റേസ് ടു 3. എൽ റേസ് ടു 3 ശരിയല്ലേ? പിന്നെ നമ്മൾ നോക്കുമ്പം ടി റേസ് ടു -2 ഇൻറ്റു ടി റേസ് ടു 2 ഇൻറ്റു ടി റേസ് ടു -2. അതിന്റെ ഉത്തരം ടി റേസ് ടു -2 + 2 -2. അത് എം സ്ക്വയർ എൽ ക്യൂബ് ടി റേസ് ടു -2 + 2 വെട്ടിപ്പോവും, അവർ -2 അല്ലേ? കുഴപ്പമുണ്ടോ? കിട്ടിയോ? കിട്ടില്ലേ? ഇനി നമ്മൾ അടുത്തൊരു ഭാഗം പഠിക്കാൻ പോവാം. നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല അറിയുന്നതിനോണ്ടുള്ള ഒരു ഗുണം, ഡയമെൻഷണൽ ഫോർമുല അറിയുന്നതിനോടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ആരെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും വെറുതെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ ആ ഇക്വേഷന്റെ ഹോമോജീനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളത് ഞാൻ പറയട്ടെ. ഞാൻ പറയാണ്, ഇങ്ങനെ പറയാട്ടോ. ഞാനൊരു ഇക്വേഷൻ പറയാണ്. എഫ് ഇൻറ്റു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്മോൾ പി ഇൻറ്റു ടി ക്യൂബ് എന്ന് തന്നു. എഫ് ഇൻറ്റു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്മോൾ പി ഇൻറ്റു ടി ക്യൂബ് എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ വെറുതെ തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ. അതിൽ എഫ് ആരാ? എഫ് ഫോഴ്സ് ആണ്, വി വെലോസിറ്റി, സ്മോൾ പി മൊമെന്റം ആണ്, സ്മോൾ ടി ടൈം ആണ്. അപ്പം ഇതിലുള്ള ടേംസ് ഒക്കെ നമുക്കറിയാം അല്ലെ. എഫ് ആരാ? ഫോഴ്സ്, വി ആരാ? വെലോസിറ്റി, സ്മോൾ ടി മൊമെന്റം, സ്മോൾ ടി ടൈം. നമ്മൾ ചോദിക്കുകയാണ് ഈ ഇക്വേഷൻ ശരിയാണോ. ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇതിന്റെ ഹോമോജീനിറ്റി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ചെക്ക് ദ ഹോമോജീനിറ്റി ഓഫ് ദിസ് ഇക്വേഷൻ. ചെക്ക് ദ ഹോമോജീനിറ്റി ഓഫ് ഇക്വേഷൻ ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചിട്ട് ഒരു ഇക്വേഷന്റെ ഹോമോജീനിറ്റി ചെക്ക് ചെയ്യാൻ, അതായത് അവർ ചോദിക്കുന്നത് ഡയമെൻഷണൽ ഫോർമുലയുടെ സഹായത്തോടു കൂടി ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാനാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ. അപ്പം ഒരു ഇക്വേഷന് LHSഉം RHS ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ. ഒരു ഇക്വേഷന് LHSഉം RHS ഒക്കെ ഉണ്ടാവും. ഇത് ഈ ഇക്വേഷന്റെ LHS ആണോ RHS ആണോ? LHS എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പം ഇതാരാ? ഇത് ഈ ഇക്വേഷന്റെ LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഇടത്തെ സൈഡ് അല്ലേ? ഇത് ഈ ഇക്വേഷന്റെ എന്താണ്? RHS, റൈറ്റ് ഹാൻഡ് സൈഡ്, RHS. അപ്പൊ LHS എന്താ RHS എന്താ എന്നൊക്കെ നമുക്കറിയാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ആണ് LHS എന്ന് വിളിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ആണ് RHS എന്ന് വിളിക്കുക. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ
ഈ ഇക്വേഷന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം LHS ഓഫ് ഇക്വേഷൻ എന്താന്ന് എടുത്തെഴുതണം. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷന്റെ LHS എന്താ? ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ? F into V square ആണ്. FV square ആണ്. ഇനി ഇക്വേഷന്റെ RHS എന്താന്നുള്ളത് എടുത്തെഴുതണം. RHS എന്താ? ഈ തന്ന ഇക്വേഷന്റെ RHS എന്താ? Small p t cube RHS. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കണ്ടുപിടിക്കലാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കണ്ടുപിടിക്കണം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കണ്ടുപിടിക്കണേ. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? പറയും. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? T raised to minus 2. ഇതാണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല L T raised to -2 ആണോ -1 ആണോ? -1. ഒരു സ്ക്വയർ ഉള്ളതിനോണ്ട് ഹോൾ സ്ക്വയർ നേടി. വെലോസിറ്റി സ്ക്വയർ അല്ലേ, അപ്പൊ L T raised to -1 ഹോൾ സ്ക്വയർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ M നെ L നെ T raised to -2 അതേമാതിരി തന്നെ എഴുതി. L T raised to -1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ L ന്റെ സ്ക്വയർ L സ്ക്വയർ, T raised to -1 ന്റെ സ്ക്വയർ T raised to -2, L ന്റെ സ്ക്വയർ L സ്ക്വയർ, T raised to -1 ന്റെ സ്ക്വയർ T raised to -2. കുഴപ്പമുണ്ടോ? T raised to -1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് T raised to -1 into 2, that is T raised to -2 അല്ലേ? X raised to A whole raised to B എന്ന് പറയുന്നത് X raised to AB ആണ്. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടില്ലേ പണ്ട്? Yes. കൺഫ്യൂഷൻ ഉണ്ടോ? No. അങ്ങനെയാണെങ്കിൽ ഇവിടെ L into L square എന്താവും? L cube ആവും അല്ലേ? ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് ഫൈനലായിട്ട് എഴുതാണ് M നെ L into L square L cube. ഡൗട്ട് ഉണ്ടോ? T raised to -2 into T raised to -2 എന്ന് പറയുന്നത് T raised to -2 അതായത് T raised to -4. ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കിട്ടി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കിട്ടി. ML cube T raised to -4. ML cube T raised to -4 ആണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS. ശരിയല്ലേ? ഇതേ രീതിയിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS നെ കണ്ടുപിടിക്കാം. In this same manner, we will be finding out the dimensional formula of RHS. In order to find out the dimensional formula of RHS, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊമെന്റത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല മൊമെന്റത്തിന്റെ ഡയമെൻഷൻ MLT raised to -1. പിന്നെ T ക്യൂബിന്റെ ഡയമെൻഷണൽ ഫോർമുല ഏതാ? സ്മോൾ t എന്ന് പറയുന്ന ടൈം ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല T ആണ്. അപ്പോൾ T ആണ് T ക്യൂബ് എന്ന്. അപ്പം ഇതെന്താവും? ML T raised to -1 into T raised to 3. T raised to -1 plus 3 T raised to 2. ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ആയി. ഇനി നിങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS എത്രയാ കിട്ടിയത്? ML cube T raised to -4 ആണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS എന്താ കിട്ടിയത്? ML cube T raised to -4 ആണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS എന്താ കിട്ടിയത്? ML T raised to -2 ആണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS കിട്ടിയത് ML T raised to -2 ആണ് അല്ലേ? അല്ല, ML T raised to 2 ആണ്. ML T raised to -2 അല്ല, ML T raised to 2 ആണ്. ഇത് രണ്ടും ഒന്നാണോ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഒന്നാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ അത് എഴുതും. അതായത് നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ എഴുതണമല്ലോ. നമ്മൾ എഴുതുകയാണ് dimensional formula of LHS is not equal to dimensional formula of RHS. Dimensional formula of LHS ഉം dimensional formula of RHS ഉം equal അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം therefore equation is wrong. അതുകൊണ്ട് ഇക്വേഷൻ തെറ്റാണ്.
നമ്മളോട് ചോദിക്കുകയാണ് ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ. അപ്പൊ നമ്മൾ പറയും ഈ ഇക്വേഷൻ തെറ്റാണ്. അപ്പൊ ചോദിക്കാം അതെന്താ നിങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയുന്നതെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ പറയാം ഞങ്ങൾ അതിന്റെ LHSന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. ആയിക്കോട്ടെ. പിന്നെ ഞങ്ങൾ RHSന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. LHSന്റെ ഡയമെൻഷൻ ഫോർമുല RHSന്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ അല്ല കിട്ടിയ ഞങ്ങൾക്ക്. ഈക്വൽ അല്ല കിട്ടിയാൽ ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ LHSന്റെ ഡയമെൻഷൻ ഫോർമുല RHSന്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ആയാൽ മാത്രമേ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഈക്വൽ അല്ലല്ലോ ഇത്. ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ തെറ്റാണ്. ഈ ഇക്വേഷൻ തെറ്റാണ്. ഓക്കെ. നമുക്ക് ഇതേ രീതിയിൽ വേറെ എക്സാമ്പിൾ നോക്കാം. ഇതേ രീതിയിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഡയമെൻഷണൽ ഫോർമുലയുടെ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിക്കുന്നുള്ളത് മനസ്സിലായി ഇല്ലേ? ഇനി ഇതേ രീതിയിൽ നമ്മൾ വേറൊരു എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇക്വേഷൻ എഴുതട്ടെ. വേറൊരു ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ velocity is equal to pressure divided by time. ഞാൻ പ്രഷർ ഇങ്ങനെ തന്നെ എഴുതുന്നത് എന്താണെന്നാല് പി എന്ന് കാണുമ്പോൾ പവർ ആണോ പ്രഷർ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യപടിയായിട്ട് നമ്മൾ LHS ആരാ LHS W/V ആണ്. പിന്നെ നമ്മൾ എഴുതും ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല M L square T raised to minus 2. L square T raised to minus 2. പിന്നെ നമ്മൾ എഴുതും വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല L T raised to minus 1. L T raised to minus 1 എഴുതി. എന്നിട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കും. M ഒരൊറ്റയാളേ ഉള്ളൂ. M L square divided by L L raised to 2 minus 1. L square divided by L L raised to 2 minus 1. L raised to 2 minus 1 എന്ന് പറയുന്നത് L raised to 1. L raised to 1 എന്ന് പറഞ്ഞാൽ L തന്നെ. കുഴപ്പമില്ലല്ലോ. T raised to minus 2 divided by T raised to minus 1 ആണെങ്കിൽ T raised to minus 2 minus of minus 1. ശരിയല്ലേ? Minus of minus 1. അപ്പം ഏതാ? L square divided by L. L square divided by L എന്താ? L square divided by L ആണ് L raised to 2 minus. അതങ്ങനെ നോക്കുമ്പോഴാ ഈ L വെട്ടിക്കളയാ. എങ്ങനെ ആയാലും മതി ട്ടോ. നിങ്ങള് L square ഒരു L വെട്ടിക്കളയാ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതേമാതിരി തന്നെ T raised to minus 2 divided by T raised to minus 1 എന്ന് പറയുന്നത് T raised to X raised to A divided by X raised to B എന്താ? X raised to A minus B അല്ലേ? T raised to minus 2 minus 1. Minus 2 minus of minus 1 അല്ലേ? ആണോ? അപ്പൊ T minus 2 minus of minus 1 എന്ന് പറയുന്നത് പ്ലസ് 1 ആവും. minus 2 plus 1 minus 1. ശരിയാണോ? എടാ വേറെ ഈ T raised to minus 2 divided by T അല്ലെ? minus 1 അതിനെ വേണേ എങ്ങനെ എഴുതാം? T raised to minus 2 into T raised to minus 2 into T raised to 1 എഴുതി കൂടെ? എഴുതാൻ പറ്റുമോ? അപ്പൊ T raised to minus 2 plus 1 അതായത് T raised to minus 1. മനസ്സിലായോ? അപ്പം ഇത് കിട്ടി. ഇതാണ് എന്ത്? LHSന്റെ ഡയമെൻഷണൽ ഫോർമുല. LHSന്റെ ഡയമെൻഷണൽ ഫോർമുല. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് RHS ആരാന്ന് എഴുതി. ഇനി അടുത്ത RHS ആരാണ് എഴുതുക? RHS ആരാ? RHS pressure divided by time ആണ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS എഴുതണം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS എഴുതാൻ വേണ്ടി പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല ML T raised to minus 2 by L square. ML T raised to minus 2 ആണോ പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല?
ml raised to minus 1 t raised to minus 2. ml raised to minus 1 t raised to minus 2 ആണ് പ്രഷറിന്റെ ഡയമണ്ട് ഫോർമുല. നോക്ക് അല്ലേ, പ്രഷർ ml raised to minus 1 t raised to minus 2 അല്ലേ ആണ്, ഡിവൈഡഡ് ബൈ ടൈം ഫോർമുല t. അങ്ങനെയാണെങ്കിൽ m L raised to minus 1 t raised to minus 2 divided by t ആണ് t raised to minus 2 minus 1 t raised to minus 3. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന്റെ മേലെ അല്ലേ പരിപാടികള് ആണോ? എത്രാം ക്ലാസ് പഠിക്കുന്നതൊക്കെ റേസ് ടു ഉള്ളതിന്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത്? എന്തായാലും ഇങ്ങനെ കിട്ടി, ഡൗട്ട് ഉണ്ടോ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ LHSന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു, RHSന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു. LHSന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ml t raised to minus 1 ആണ്. RHSന്റെ ഡയമെൻഷണൽ ഫോർമുല ml raised to minus 1 t raised to minus 3 ആണ്. ഈക്വൽ ആണോ? അല്ല. അപ്പൊ നമ്മൾ എഴുതും ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS is not equal to dimensional formula of RHS. നമ്മൾ വെറുതെ അങ്ങോട്ട് തെറ്റാണ് നമ്മൾ പറഞ്ഞുകൂടല്ലേ ചെയ്യാ, ഇതുകൊണ്ട് തെറ്റാണ്. കാര്യം കാരണവും വെച്ചിട്ട് തന്നെ നമ്മൾ പറയാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഈക്വൽ അല്ല. Therefore equation is wrong. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്തത് എടുക്കാം. അടുത്തത് ഇക്വേഷൻ റോങ് ആണെന്ന് പറയാൻ പറ്റുമോ? റോങ് ആണ് ധൈര്യമായിട്ട് പറയാം, കണ്ണും പൂട്ടി പറയാം. അതായത് ഡയമെൻഷണൽ ഫോർമുല അല്ല LHSനും RHSനും എങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണ്. ഇക്വേറ്റ് ചെയ്യണേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് അപ്പുറത്തുള്ള സാധനം ഇപ്പുറത്തുള്ള സാധനത്തിന് ഒരേ ഡയമെൻഷണൽ ഫോർമുല വരണം. ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം ഈക്വൽ ടു എന്തോ ഒരു സാധനം അല്ലേ, അങ്ങനെ ആവണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ളതിന് ഒരേ ഡയമെൻഷൻ ഫോർമുല വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. അടുത്തൊരു എക്സാമ്പിൾ എന്താ പറഞ്ഞാല് mv square is equal to fx. mv square is equal to fx. ഇതാണ് നമ്മളുടെ അടുത്തൊരു എക്സാമ്പിൾ. അതില് m ആരാ? മാസ്. ആരാ? വെലോസിറ്റി. f ആരാ? ഫോഴ്സ്. x ആരാ? ഡിസ്പ്ലേസ്മെന്റ്. കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ ചെയ്തു നോക്കാം. ഞാൻ അങ്ങനെ ചെയ്യട്ടെ. LHS എഴുതിയിട്ട് mv സ്ക്വയർ എഴുതി. ഡൗട്ട് ഇല്ലല്ലോ? സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ LHS എഴുതി. അതായത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS. m ന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ M തന്നെ, മാസ്. p സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല LT raised to minus 1 the whole square. മനസ്സിലായോ? റെഡി? m L ന്റെ സ്ക്വയർ L സ്ക്വയർ t raised to minus 1 ന്റെ സ്ക്വയർ t raised to minus 2. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS നമ്മൾ കണ്ടുപിടിച്ചു. ആയിക്കോട്ടെ. ഇനി നമ്മൾ RHS എഴുതി. RHS എന്ന് പറഞ്ഞിട്ട് ആരാ? RHS f into x ആണ്. ഇനി നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS എഴുതി. ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS f ആരാ? ഫോഴ്സ് എന്താ? ml t raised to minus 2. ഡൗട്ട് ഉണ്ടോ? ഇല്ല. x ആരാ? ഡിസ്പ്ലേസ്മെന്റ് L. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS m നെ L into L സ്ക്വയർ t raised to minus 2 അല്ലേ? ആണോ? ശരിയല്ലേ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS എന്താ? ml സ്ക്വയർ t raised to minus 2. ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS എന്താ? ml സ്ക്വയർ t raised to minus 2. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? ഡയമെൻഷൻ ഓഫ് LHSും ഡയമെൻഷൻ ഓഫ് RHSും ഈക്വൽ ആണോ? ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. Dimension of LHS is equal to dimensional formula of RHS. ശരിയല്ലേ? ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത് വെറുതെ ഒന്ന് പറയും. Therefore the equation is correct. അവിടെയാണ് പ്രശ്നം.
therefore the equation is correct എന്ന് എഴുതാൻ പറ്റൂല. therefore the equation is dimensionally correct. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ കുറച്ചു മുന്നേ എന്നോട് ചോദിച്ചു ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഉം ഈക്വൽ ആവുന്ന സമയത്ത്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഉം ഈക്വൽ അല്ലെങ്കിൽ ഞാൻ എന്ത് എഴുതി, ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ് എന്നാണോ ഞാൻ എഴുതിയത്? ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ് എന്നാണോ ഞാൻ എഴുതിയത്? അല്ല, ഞാൻ ഇക്വേഷൻ ഇസ് റോങ് എഴുതി. ഞാൻ പറഞ്ഞു ഇക്വേഷൻ തെറ്റാണ്, ഇക്വേഷൻ തെറ്റാണ്, എന്തായാലും തെറ്റാണ്. പക്ഷേ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഉം ഈക്വൽ ആയ സമയത്ത് ഞാൻ ഇക്വേഷൻ ഇസ് കറക്റ്റ് എന്നാണോ എഴുതുന്നത്? അല്ല, ഞാൻ എന്താ എഴുതുന്നത്? ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അതെന്താ? അല്ല, ആരെന്താ ഡയമെൻഷനലി കറക്റ്റ് ചെയ്യുന്നത്? ശരിക്കും കറക്റ്റ് അല്ലേ? അപ്പൊ ഞാൻ പറയും ശരിക്കും ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, ശരിക്കും ഇത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഡയമെൻഷനലി ഇത് ശരിയാണ്, ശരിക്കും ഇത് ശരിയാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയമെൻഷനലി ശരിയാന്ന് പറയുന്നത്. അതിനുള്ള ഒരു റീസൺ വെറുതെ ഞാൻ പറയട്ടെ. കൈനറ്റിക് എനർജി ഇല്ലേ, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്താ? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് mv² അല്ലേ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ അല്ലേ? കുഴപ്പമുണ്ടോ? കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് mv². നിങ്ങൾ ചിലപ്പം ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? വർക്കിന്റെ എക്സ്പ്രഷൻ എന്താ? വർക്കിന്റെ എക്സ്പ്രഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വർക്കിന്റെ എക്സ്പ്രഷൻ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയും വർക്കും ഈക്വൽ ആണ്, സംഭവം ശരിയാണ്. പക്ഷെ ഇവിടെ mv² = Fx എന്നല്ല ഞാൻ എഴുതിയത്, അല്ലാണ്ട് ഹാഫ് mv² = Fx എന്നല്ല എഴുതിയത്, ആണോ? അപ്പം mv² = Fx ചെയ്യുമ്പോഴും നമുക്ക് ഇക്വേഷനെ ഡയമെൻഷൻ ഓഫ് LHS ഉം ഡയമെൻഷൻ ഓഫ് RHS ഉം ഈക്വൽ ആയിട്ട് കിട്ടും. ഇനി ഞാൻ ഇവിടെ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യം മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ ഞാനൊരു ഹാഫിനെ ഉൾപ്പെടുത്തിയതിനോണ്ട് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല മാറുമോ? ഇവിടെ ഞാനൊരു ഹാഫിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല മാറുമോ? ഇവിടെ ഒരു ഹാഫിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ ഇവിടെ ഡയമെൻഷണൽ ഫോർമുല മാറുമോ? ഇല്ല, കാരണം ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു ഹാഫ് എടുത്താലും LHS ഉം RHS-ന്റെയും ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ആയി കിട്ടും. ഇവിടെ ഹാഫിന് പകരം ഒരു 10 എടുക്കുകയാണെങ്കിൽ അപ്പോഴും ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഉം ഈക്വൽ ആയി കിട്ടും. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇക്വേഷന്റെ LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ അല്ലായിരിച്ചോ? ഒരു ഇക്വേഷന്റെ LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്തായാലും തെറ്റാണ്. If the dimensional formula of LHS and dimensional formula of RHS is not equal, അപ്പൊ നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധൈര്യമായൊരു ഉത്തരം പറയാം, ആ ഇക്വേഷൻ തെറ്റാണ്. പക്ഷേ ഒരു ഇക്വേഷന്റെ LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആണ് വിചാരിച്ചു. ഈക്വൽ ആണ് നിങ്ങൾ അങ്ങോട്ട് കണ്ണും പൂട്ടിയിട്ട് അത് ശരിയാന്ന് പറഞ്ഞുകൂടരുത്. LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആണ് നിങ്ങൾ പറയാ ഡയമെൻഷനലി ഇത് ശരിയാണ്. അപ്പൊ ഒരു ചോദിക്കുകയാണ് ഡയമെൻഷനലി ശരിയാണ്, ശരിക്കും ഇത് ശരിയാണോ? അപ്പൊ നമ്മൾ പറയും ശരിക്കും ഇത് ശരിയാണോ ഞങ്ങൾക്ക് അറിയില്ല. വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ആക്ച്വലി കറക്റ്റ്, ബട്ട് വി നോ ഇറ്റ് ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അത്ര വരെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ചെക്കിംഗ് ദ ഹോമോജിനിറ്റി ഓഫ് എൻ ഇക്വേഷൻ, നിങ്ങളോട് ഇപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ് ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറയേണ്ട സ്റ്റെപ്പ് എന്താ? നമ്മൾ പറയാ ആ ഇക്വേഷന്റെ LHS എന്താന്ന് നോക്കുക, ആ ഇക്വേഷന്റെ RHS എന്താന്ന് നോക്കുക, ആ ഇക്വേഷന്റെ LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം, ഇക്വേഷന്റെ RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. അതിനുശേഷം LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആണോ നോക്കാം. LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ അല്ല ആയിരിക്കും. ഈക്വൽ അല്ലെങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണ്, ആ ഇക്വേഷൻ തെറ്റാണ്. ഇനി അഥവാ LHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHS-ന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആണ് വിചാരിച്ചു, അപ്പൊ നമ്മൾ പറയാ അത് ഡയമെൻഷനലി ശരി, ആക്ച്വലി ആയിട്ട് ശരിയാണോ ഞങ്ങൾക്ക് അറിയില്ല, ആക്ച്വലി ആയിട്ട് അറിയില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പം when an equation is dimensionally wrong, it is actually wrong.
when an equation is dimensionally wrong, it is actually wrong. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ അത് ശരിക്കും തെറ്റാണ്. When an equation is dimensionally correct, it may be correct. അത് ചിലപ്പം ശരിയാവാം, ചിലപ്പോൾ അത് തെറ്റുമാവാം. മനസ്സിലായോ? An equation which is dimensionally wrong is actually wrong. An equation which is dimensionally correct may be correct. May be correct. ഞാൻ പറഞ്ഞതിന്റെ ഐഡിയ മനസ്സിലായോ? Yes, yes. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഡയമെൻഷൻ ഓഫ് LHS ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ് എന്നാണോ എഴുതേണ്ടത്, ഇക്വേഷൻ ഇസ് ആക്ച്വലി റോങ് എന്നാണോ? ഇക്വേഷൻ ഇസ് ആക്ച്വലി റോങ് അല്ലെ ഇക്വേഷൻ ഇസ് റോങ്. റോങ്. ബട്ട് ഡയമെൻഷൻ ഓഫ് LHS ഡയമെൻഷൻ ഓഫ് RHS ഈക്വൽ ആയി വന്നാൽ നിങ്ങൾ എന്ത് എഴുതരുത്? therefore the equation is correct എന്ന് എഴുതി വെക്കരുത്. എന്ത് എഴുതണം? therefore the equation is പറയും. The equation is dimensionally correct. Dimensionally correct. Equation is dimensionally correct. അല്ലേ? ആണ്. ഇനി ശ്രദ്ധിച്ചോ, ഇനി അടുത്ത രണ്ട് എക്സാമ്പിൾ ഒക്കെ ഞാൻ വെറുതെ ഒന്ന് പറയട്ടെ. നമുക്ക് അടുത്തത് ഇങ്ങനെ ഉണ്ട്. ഞാൻ പറയാം. FV square is equal to FV square is equal to capital A into W cube. FV square is equal to capital A into W cube. അതിൽ capital A എന്ന് പറയുന്ന ആളെ നമുക്ക് അറിയില്ല. Capital A എന്ന് പറയുന്ന ആള് ആരാ നമുക്കറിയില്ല, ബാക്കിയുള്ളവരൊക്കെ നമുക്കറിയാം. F ആരാ? ഫോഴ്സ്. V ആരാ? വെലോസിറ്റി. W ആരാ? Find the dimensional formula of A. എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടുപിടിക്കും. Find the dimensional formula of A. പെട്ടെന്ന്. FV square is equal to AW cube. FV square is equal to AW cube. അങ്ങനെയാണെങ്കിൽ എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ. FV square by W. ഞാൻ ചോദിച്ചത് എയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ്. ഡയമെൻഷണൽ ഫോർമുല, എയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനല്ല, എയുടെ ഡയമെൻഷണൽ ഫോർമുല. MLT raised to minus 2 into velocity square. MLT raised to മൊത്തം minus ചെയ്ത് 1 സിംപ്ലിഫൈ ചെയ്തിട്ട് square ആൻസറിലേക്ക് by. എത്തിക്കും. മൊത്തം ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്തിക്കും. സ്റ്റെപ്പ് ഒക്കെ എഴുതിട്ടോ, സ്റ്റെപ്പ് ഒക്കെ എഴുതിക്കോ, സ്റ്റെപ്പ് ഒക്കെ എഴുതിക്കോ. സ്റ്റെപ്പ് എഴുതിയിട്ട് നിങ്ങളുടെ ബുക്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്തും. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇത് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കട്ടോ. ഞാനിവിടെ ഇതിങ്ങനെ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ പറയുന്ന കേൾക്കണ്ട, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ പറയട്ടെ, ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് എ ഈക്വൽ ടു എന്താണ്, ഇതിനെ കണ്ടുപിടിക്കണേ. എ ഈക്വൽ ടു എന്താണെന്ന് എഴുതണം. അപ്പൊ W ക്യൂബിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിൽ എത്തും. അതായത് FV സ്ക്വയർ ഡിവൈഡഡ് ബൈ W ക്യൂബ് ആവും. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ എന്താന്നുള്ളത്. അതിന് എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല അറിയണം. എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല MLT raised to minus 2. പിന്നെ നമ്മള് വിന്റെ ഡയമെൻഷണൽ ഫോർമുല അറിയണം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല LT raised to minus 1 ആണ്. അപ്പൊ V സ്ക്വയർ ആയതുകൊണ്ട് LT raised to minus 1 ഹോൾ സ്ക്വയർ. പിന്നെ നമ്മള് W ക്യൂബിന്റെ ഡയമെൻഷണൽ ഫോർമുല അറിയണം. Wന്റെ ഡയമെൻഷണൽ ഫോർമുല W വർക്ക് ആണ്. വർക്കിൻ്റെത് ML സ്ക്വയർ T raised to minus 2, W ക്യൂബ് ആയതുകൊണ്ട് ഹോൾ raised to 3. ഹോൾ raised to 3. പിന്നെ നമ്മൾ എഴുതേണ്ടത് എയുടെ ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ടു MLT raised to minus 2 അതേമാതിരി തന്നെ നിൽക്കട്ടെ. ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ L സ്ക്വയർ T raised to minus 2. ഡൗട്ട് ഉണ്ടോ? ഇതിനെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ട L സ്ക്വയർ T raised to minus 2. ഇതിന്റെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ M raised to 3 L സ്ക്വയർ ഹോൾ raised to 3 എന്ന് പറയുന്നത് L raised to 2 into 3. 2 into 3 6. T raised to minus 2 ക്യൂബ് എന്ന് പറയുന്നത്
t raised to -2 into 3 -2 into 3 -6. മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യങ്ങൾ റെഡി ആണോ? Yes. സെറ്റ് ആണ്. Yes, sir. m divided by m cube. m divided by m cube. m divided by m cube എന്ന് പറയുന്നത് m raised to 1 minus 3, അതായത് m raised to -. ഇനി അടുത്തത് ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L square ഉണ്ട്, ഇവിടെ ഒരു L raised to 6 ഉണ്ട്. അപ്പം അതില് L raised to 1 plus 2 minus 6 അല്ലെ? അതേ രീതിയിൽ വേണേ ഇവിടെ എഴുതാം. ഇവിടെയും വേണേ എഴുതുകയാണെങ്കിൽ m divided by m cube ആണെങ്കിൽ m raised to 1 minus 3. ഇനി അടുത്ത ആൾ ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു t raised to 2 ഉണ്ട്, അല്ല t raised to -2 ഉണ്ട്, ഇവിടെ ഒരു t raised to -2 ഉണ്ട്, ഇവിടെ t raised to -6 ഉണ്ട്. അപ്പം t raised to -2 -6 മേലോട്ട് എടുത്തിട്ടുണ്ട് +6. -6 മേലോട്ട് എടുത്തിട്ടുണ്ട് +6. അപ്പം m raised to -2 ഇതെന്ത് കിട്ടും? L raised to -3 t raised to 2. കിട്ടിയോ? Yes, sir. Did you get the answer? Yes. Yes. മനസ്സിലാവാത്ത ആരുണ്ടോ? നിങ്ങൾ ഈ സിംപ്ലിഫിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് പഴയ സാധനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മളിത് എന്താണ് ഫിസിക്സിൽ പഠിക്കുന്ന സാധനമല്ല. ഈ L into L square divided by L raised to 6 എന്താ ആൻസർ വരിക എന്നുള്ളത് ഫിസിക്സ് പഠിക്കുന്ന സാധനമല്ല. നമുക്ക് 10ാം ക്ലാസ്സിന് താഴെയുള്ള മാത്സ് പഠിക്കുന്ന സാധനമാണ് അല്ലേ? ആണോ? അപ്പം അടുത്തൊരു ചോദ്യം പറയട്ടെ. അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോ. g t square is equal to f by h into c. Find the dimensional formula of c. c ആരാ നമുക്ക് അറിയില്ല. സിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ജി ആരാ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അറിയില്ലേ? ടി ആരാ? ടൈം. എഫ് ആരാ? ഫോഴ്സ്. എച്ച് ആരാ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അല്ലേ? സിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞു. സി ആരാ നമുക്ക് അറിയില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ c is equal to എന്നുള്ള ഇക്വേഷൻ ചെയ്തു അല്ലെ? c is equal to എന്നുള്ള ഇക്വേഷൻ ആണ്. c ഇവിടെ വെച്ചിട്ട് g t square h പുറത്തേക്ക് വരും ഡിവൈഡഡ് ബൈ f. കുഴപ്പമുണ്ടോ അല്ലേ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് c ആണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് g എന്തേനി? ഞാൻ മറന്നുപോയി, ഒന്ന് പറഞ്ഞു. ഡയമെൻഷണൽ ഫോർമുല ഓഫ് g എന്താ? ജിയുടെ ഡയമെൻഷണൽ ഫോർമുല m raised to -1 l raised to 3 t raised to -2 m raised to -1 l cube t raised to -2. ഇതാണ് ജിയുടെ ഡയമെൻഷൻ. ഇനി ടി സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ ടി സ്ക്വയർ. ഇനി എച്ചിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? എച്ചിന്റെ ഡയമെൻഷണൽ ഫോർമുല എച്ചിന്റെ ഡയമെൻഷണൽ ഫോർമുല പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല ml square t minus t square minus 1 ml square t minus 1 അല്ലേ? ഡിവൈഡഡ് ബൈ എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല. എഫിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ml t raised to -2.
അപ്പം ഇവിടെ ഒരു m raised to minus 1 ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. അപ്പം m raised to minus 1 എന്ന് കിട്ടും. l cube ഉണ്ട്, l square ഉണ്ട്, ഒരു l ഉണ്ട്. അപ്പം l raised to 5 minus 1, l raised to 5 minus 1, l raised to 4 ശരിയല്ലേ? ഒരു t raised to minus 2 ഉണ്ട്, t square ഉണ്ട്, പിന്നെ ഒരു t raised to minus 1 ഉം t raised to ഇതും ഉണ്ട്. ഇത് രണ്ടും വെട്ടിപ്പോവും. t raised to minus 1 എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ t വരും. ഇതാണ് ആൻസർ. നമ്മളുടെ വീഡിയോ ഇപ്പം നിൽക്കും. ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ നോക്കി നോക്ക്. റെഡിയാണോ?